ഇന്ത്യയിലെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഇന്ത്യ എന്ന പേരിൽ പുതിയ ഒരു ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 1ലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഫോണ്ട് ഫാമിലി കാലൻഡിയ, സ്റ്റൈൽ ബോൾഡ്, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ റെഡ്, ഷാഡോ ഇഫക്റ്റ് നൽകുക. ലേഖനത്തിലെ എല്ലാ ഉപശീർഷകങ്ങൾക്കും ഇന്ത്യ എന്ന സ്റ്റൈൽ നൽകുക. പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നവയാണ് ഉപശീർഷകങ്ങൾ. മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യുക. An article on the topography of India is given in the file physiographic divisions.ott in exam documents folder in home. Open this file in LibreOffice Writer and create a new heading style called India with the following changes for subheadings. The new style should be created in heading 1 of the heading section. Font family Calendia, style bold, font size 110%, font color red, give shadow effect. Give the style India to all subheading in the article. Subheadings are given in green. ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് .ott എന്ന ഫയൽ തുറക്കുന്നു. പുതിയ സ്റ്റൈൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ സ്റ്റൈൽ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിംഗ് 1ലാണ് സ്റ്റൈൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹെഡിംഗ് വിഭാഗത്തിൽ ഹെഡിംഗ് 1 എന്നത് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓർഗനൈസ് ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റൈലിൻ്റെ പേര് നൽകുന്നു. ഇന്ത്യ എന്നതാണ് പേര് തന്നിരിക്കുന്നത്. ഇനി ഫോണ്ട് ഫാമിലി ഏതെന്ന് നോക്കാം. കാലൻഡിയ എന്നതാണ്. അതിനായി ഫോണ്ട് ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കാലൻഡിയ എന്ന് സെലക്ട് ചെയ്യുന്നു. സ്റ്റൈൽ ബോൾഡാണ്. ഇവിടെ ഇപ്പോൾ ബോൾഡ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോണ്ട് സൈസ് 110%. ഇവിടെ 130 മാറ്റിയിട്ട് 110 സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നീട് ഫോണ്ട് കളർ റെഡ്, അതിനോടൊപ്പം ഷാഡോ ഇഫക്റ്റ് കൂടി നൽകണം. ഫോണ്ട് കളറിന് വേണ്ടി ഫോണ്ട് ഇഫക്ട്സ് ടാബ് സെലക്ട് ചെയ്യുന്നു. കളർ റെഡാണ് പറഞ്ഞിട്ടുള്ളത്. റെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷാഡോ ഇഫക്റ്റ് കൂടി കൊടുക്കുന്നു. ഇനി ഈ സ്റ്റൈൽ സേവ് ചെയ്യാനായി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നൽകിയ സ്റ്റൈൽ കാണണമെങ്കിൽ ഹെഡിംഗ് വിഭാഗത്തിലേക്ക് പോവുക. ഹെഡിംഗ് 1ലെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നൽകിയ ഇന്ത്യ എന്ന സ്റ്റൈൽ കാണാവുന്നതാണ്. അടുത്തതായി ചെയ്യുവാനുള്ളത് ലേഖനത്തിലെ എല്ലാ ഉപശീർഷകങ്ങൾക്കും ഇന്ത്യ എന്ന സ്റ്റൈൽ നൽകുക എന്നതാണ്. പച്ച നിറത്തിലുള്ളവയാണ് ഉപശീർഷകങ്ങൾ. ആദ്യത്തെ ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. അതിന് ഇന്ത്യ എന്ന സ്റ്റൈൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നൽകുന്നു. സ്റ്റൈൽ വന്നു കഴിഞ്ഞു. അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച ഇന്ത്യ എന്ന സ്റ്റൈൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്തതിന് ശേഷം അതിനെല്ലാം നമ്മളിപ്പോൾ നിർമ്മിച്ച ഇന്ത്യ എന്ന സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. എല്ലാ സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്തു. ഇനി ഇന്ത്യ എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും സ്റ്റൈൽ നൽകുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡൺ സെലക്ട് ചെയ്യുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ പ്രകാരം പേര് നൽകുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മളുടെ രജിസ്റ്റർ നമ്പറിൽ ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.